ഒരു ആശയം ഉയർന്നു വന്നാൽ ഗൗരവത്തിൽ ആക്ഷേപം കാണുകയും അതിന്റെ അന്വേഷണത്തിന്റെയും അതിന്റെ നടപടികളുടെയും ഭാഗമായിട്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഒരു ആരോപണമല്ലോ, പോകമറിയല്ലേ. എന്താ വന്നേക്കുന്നത്? ഗവൺമെന്റ് ഇപ്പം എത്ര നാളായി അന്വേഷിക്കുന്നത്? എത്ര മാസമായി 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ട്? ഷാഫിയെ പോലെ ജെന്റിൽമാൻലി സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. ഷാഫി പറമ്പിൽ ഏറ്റവും രാഹുൽ മാങ്കൂട്ടം നിലവിലെ കോൺഗ്രസിലെ ഒരു ഇതെന്താണ്? രാഹുൽ മാങ്കൂട്ടം നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. നിങ്ങളെ എന്താ വിചാരിക്കുന്നത്? സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. സസ്പെൻഡ് ചെയ്തു പറയുന്നതാണോ? സസ്പെൻഡ് ചെയ്തു എങ്കിൽ പോലും പാലക്കാട് ചെല്ലുമ്പോഴത്തേക്കിന് ഈ അടുത്തായിട്ട് രാഹുൽ ഭയങ്കര സജീവമാകാൻ ശ്രമിക്കുന്നുണ്ട്. പാലക്കാട് ചെല്ലുമ്പോഴത്തേക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവര് ജനങ്ങളല്ലേ, അവർ വോട്ടർമാരല്ലേ, പൗരന്മാരല്ലേ, പാലക്കാട്ടെ പൗരന്മാരല്ലേ. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് പാലക്കാട്ടെ പൗരന്മാർക്ക് അവിടുത്തെ ജനങ്ങളുടെ MLA ബഹിഷ്കരിക്കാൻ ഞങ്ങൾ ആരും ആഹ്വാനം ചെയ്തിട്ടില്ല. രാഹുൽ അടുത്ത ഇലക്ഷന് മത്സരിക്കുന്നുണ്ടാവും? അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ കാര്യം തന്നെ ഞാൻ തമാശയായിട്ടാണ് മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. രാഹുലിനെതിരെയുള്ള കുറ്റം, ഈ ആരോപണങ്ങൾ കൃത്യമായിട്ട് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് ഒരു ആരോപണമല്ലോ, പോകമറിയല്ലേ. എന്താ വന്നേക്കുന്നത്? ഗവൺമെന്റ് ഇപ്പം എത്ര നാളായി അന്വേഷിക്കുന്നത്? എത്ര മാസമായി 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ട്? നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങളല്ലേ മാധ്യമക്കാർ, നിങ്ങൾ അന്വേഷിക്കുക. ഈ പുറത്തു വന്ന വോയിസ് ക്ലിപ്പുകളെ കുറിച്ചിട്ട് ഒക്കെ ഗവൺമെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പോലീസ് അന്വേഷിക്കട്ടെ. കൺവിൻസ്ഡ് അല്ല KPCC. നിജസ്ഥിതി അന്വേഷിക്കാൻ ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ലെറ്റ് ദം പ്രൂവ്, ലെറ്റ് ദം ഇൻവെസ്റ്റിഗേറ്റ്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വ്യക്തത വരുത്തിയിട്ട് തന്നെയാണ് രാഹുലിനെ പുറത്താക്കിയത്. ഞാൻ കണ്ടില്ല. പാർട്ടി ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ പാർട്ടി ആലോചിച്ചിട്ടുണ്ട്. ഒരു ആശയം ഉയർന്നു വന്നാൽ ഗൗരവത്തിൽ ആക്ഷേപം കാണുകയും അതിന്റെ അന്വേഷണത്തിന്റെയും അതിന്റെ നടപടികളുടെയും ഭാഗമായിട്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അത് കേരളത്തിലെ കോൺഗ്രസിന്റെ 25ഓളം നേതാക്കന്മാരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും സംസാരിച്ചിട്ട് തന്നെയാണ്. ശരി. ഷാഫി രാഹുൽ കൂട്ടുകെട്ട് കോൺഗ്രസിനൊരു പുതിയ മുഖമാണ് നൽകിയത്. പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലേക്ക് എത്തിച്ചെല്ലാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട്. പക്ഷേ താങ്കൾ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്, മുതിർന്ന നേതാക്കൾ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. പക്ഷെ ഇവരിൽ നിന്ന് വരുന്ന ഭാഷ വളരെ വ്യത്യസ്തമാണ്. ഭയങ്കര ഭയങ്കര ഹാർഡായിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. സമയം കളയാത്തോണ്ടോ? ഷാഫിയെ പോലെ ജെന്റിൽമാൻലി സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. ഷാഫി പറമ്പിൽ ഏറ്റവും പരിചയസമ്പന്നനായ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം 13 കൊല്ലം MLA ആയിട്ടാണ് MP ആയത്. അസംബ്ലിക്കകത്ത് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. KSU പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. പാർലമെന്റിൽ ഷാഫിയുടെ പെർഫോമൻസ് എന്താണ്? എന്തടിസ്ഥാനത്തിലാണ് ഷാഫിനെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്? നത്തിങ് ഡൂയിങ്. വിജയിക്കില്ല ആ കാര്യത്തിൽ. ഷാഫിക്ക് കോൺഗ്രസിൽ ഇപ്പോൾ ഒരു നല്ലൊരു ആധിപത്യം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ആധിപത്യം കോൺഗ്രസിൽ ആർക്കും ഇല്ല. പങ്കാളിത്തം. ജനീഷ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജനീഷ് ഷാഫിയുടെ കാൻഡിഡേറ്റ് ആണെന്നാണ് കേൾക്കുന്നത്. ജനീഷ് എല്ലാവരുടെയും കാൻഡിഡേറ്റ്, എന്റെയും കാൻഡിഡേറ്റ്. ഇലക്ഷൻ വരെയാണ്, ആദ്യ ലോക്കൽ ബോഡി ഇലക്ഷനാണ്. എന്താണ് പ്രതീക്ഷ? ലോക്കൽ ബോഡിയിൽ ചരിത്ര വിജയം കൈവരിക്കും. ഗവൺമെന്റ് ഒരുപാട് അട്ടിമറികൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. പഞ്ചായത്ത് രാജ് നിയമത്തിൽ, മുനിസിപ്പൽ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയായിരുന്നു? വാർഡുകളുടെ എണ്ണം 1 വീതം കൂട്ടാൻ. എന്തിനു വേണ്ടിയായിരുന്നു? വാർഡ് വിഭജിക്കാൻ. എന്തിനു വേണ്ടിയായിരുന്നു ആ നിയമ ഭേദഗതി? ആ നിയമ ഭേദഗതി നിയമസഭയിൽ ചർച്ചയില്ലാതെയാണ് പാസ്സാക്കിയത്. നിയമസഭയിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് പോകാതെയാണ് പാസ്സാക്കിയത്. സബ്ജക്ട് കമ്മിറ്റിക്ക് പോകാനുള്ള പ്രമേയമാണ് നിയമസഭയിൽ അജണ്ടയായിട്ട് അവതരിപ്പിച്ചതെങ്കിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നതിന് പകരം അത് പാസ്സാക്കിയത് ഒറ്റയടിക്ക്, ചർച്ചയില്ലാതെ, ഭേദഗതികളില്ലാതെ, പ്രസംഗമില്ലാതെ. ആ നിയമത്തിന്റെ ആകത്തുക എന്താണ്? വാർഡ് വിഭജനത്തിന് ഒരു കളവൊരുക്കുക. വാർഡ് വിഭജിച്ചു. എങ്ങനെയാ വാർഡ് വിഭജിക്കുന്നത്? വാർഡ് വിഭജിക്കുന്നത് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന പോലെയാണ്. സാധാരണ കാലിനനുസരിച്ചാണ് ചെരുപ്പ് മുറിക്കുന്നത്. ചെരുപ്പിനനുസരിച്ച് കാലുണ്ടാക്കുന്ന പോലെ വികൃതമായിട്ട്, അശാസ്ത്രീയമായിട്ട്, മാനദണ്ഡങ്ങൾ ലംഘിച്ച് മനഃപൂർവ്വം രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ് വാർഡ് വിഭജിച്ചത്. പിന്നീട് വോട്ടർ പട്ടികയാണ്. വോട്ടർ പട്ടിക സത്യസന്ധമാണോ, സുതാര്യമാണോ, അർഹതയുള്ള മുഴുവൻ ആളുകൾക്ക് വോട്ടുണ്ടോ? ഇതിന്റെ ബേസിക് പട്ടിക എന്തായിരുന്നു? 2020 പട്ടികയാണ്. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പറഞ്ഞത് 2024 പാർലമെന്റിന് ഉപയോഗിച്ച പട്ടികയുണ്ട്. അതിനെ പുതിയ വാർഡുകൾ മാറിയപ്പോൾ പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ റീഷഫിൾ ചെയ്താൽ മതി എന്നാണ് ഞങ്ങൾ പറഞ്ഞതെങ്കിൽ ഗവൺമെന്റ് ഡിപ്പെൻഡ് ചെയ്ത
ബേസിക് പട്ടിക 2020 അപ്പൊ 5 കൊല്ലത്തെ ആളുകൾ ഒഴിഞ്ഞുപോയി. അവരെ ചേർക്കേണ്ട വലിയ പ്രക്രിയ ഉണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെ വീട്ടിലൊരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരാൾ കോളേജിൽ പഠിക്കുന്ന കുട്ടി ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി കോളേജിലായിരിക്കും, ഹോസ്റ്റലിലായിരിക്കും നിൽക്കുന്നത്. ആ കുട്ടിക്ക് വീട്ടിൽ വോട്ട് വേണ്ടേ? ഇത്ര പേരുടെ വോട്ട് നിഷേധിച്ചു. അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനത്തിന്റെ രാഷ്ട്രീയ പക്ഷപാതം ഇലക്ഷൻ കമ്മീഷൻ തികഞ്ഞ പക്ഷപാതം കാണിച്ചിട്ടുണ്ട്. ഒരു ജില്ലയിലെ മുഴുവൻ കേസും കേട്ടത് ഒരു ദിവസം. പരാതികൾ എഴുതിയെടുത്തത് ഒരു പെൻസിൽ കൊണ്ടാ. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ആസ് എ ഹോൾ മുഴുവൻ പരാതികളും 17 വാർഡുള്ള ഒരു ഗ്രാമപഞ്ചായത്തിന്റെ വാർഡുകൾ സംബന്ധിച്ച പരാതികൾ കേൾക്കാൻ 2 മിനിറ്റ് എടുത്തത്. അങ്ങനെ അശാസ്ത്രീയമായിട്ടും അന്യായമായിട്ടും ഉണ്ടാക്കിയിരിക്കുന്ന വാർഡും വോട്ടർ പട്ടികയും ഒക്കെയാണ് കേരളത്തിലുള്ളതെങ്കിൽ പോലും ജനങ്ങളെയും സർക്കാരിനെയും അവരുടെ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളെയും ശക്തമായിട്ട് എതിർക്കുന്നത് കൊണ്ട് അഴിമതിയും പക്ഷപാതവുമാണ് ഇതിന്റെ മുഖമുദ്ര എന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചരിത്ര വിജയം കൈവരിക്കും. ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് അസംബ്ലി ഇലക്ഷനുള്ള ഒരു സൂചനയായിരിക്കും. അത് അതിൽ തന്നെ മാറ്റങ്ങൾ വരും. അപ്പൊ എന്റെ നിയോജകമണ്ഡലം ഫോർ എക്സാമ്പിൾ പല നിയോജകമണ്ഡലങ്ങളും ഞാൻ പഠിച്ചപ്പോൾ അല്ലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോക്കൽ ബോഡി LDF ജയിച്ചു, അസംബ്ലി വന്നപ്പോൾ ഞങ്ങൾ ജയിച്ചു. പാർലമെന്റ് ഇലക്ഷനിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽജിയും ജയിക്കുന്ന പോലെ അസംബ്ലിക്ക് ഞങ്ങൾക്ക് ജയിക്കുന്നിടത്ത് പോലും ഭൂരിപക്ഷം കിട്ടുന്നുണ്ട്. ഡിഫറെന്റ് പാറ്റേൺ. UDFിലെ ഇന്നത്തെ സാഹചര്യം എന്താണ്? UDFിൽ എന്നാ നല്ല സാഹചര്യം അല്ലെ? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അതായത് ഈ വികസന സദസ്സിന് UDFിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് പ്രോഗ്രാമാണ്, അത് നടത്തത്തില്ല എന്ന്. പക്ഷെ മലപ്പുറം എടുത്ത് നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് ലീഗ് ഭരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ പഞ്ചായത്തിലും പരിപാടി നടന്നിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ സർക്കുലർ പ്രകാരം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇപ്പൊ UDF കൃത്യമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ഓർഡറിനെ ധിക്കരിക്കാണ് അവർ ചെയ്തിരിക്കുന്നത്. അവിടെ അങ്ങനെയൊന്നുമില്ല. ചില സൗകര്യങ്ങളിലൊക്കെ എല്ലാം എല്ലാ ഓർഡറുകൾക്കും ചില എക്സംഷൻസ് ഒക്കെ ഉണ്ട്. മലപ്പുറത്താണ് പ്രധാനമായിട്ട് വരുന്നത്. നമ്മളിപ്പോ എന്നാ വെച്ചാൽ ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ എന്റെ പ്രവർത്തനങ്ങളൊന്ന് ഷോക്കേസ് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ ചിലപ്പോൾ ശ്രമിക്കും, ചിലപ്പോൾ അതിൻ്റെ അകത്ത് വേണ്ടാന്ന് തീരുമാനിക്കും. അതൊന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല. എന്തൊക്കെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് ഞാൻ നോ കമന്റ്, സമയമില്ല. അതുകൊണ്ടല്ല സാർ ഞാൻ KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ആ വിഷയമല്ല പറഞ്ഞത്. ഇല്ല, നോ കമന്റ്, സമയം പോയി. ഓക്കെ സാർ, നമുക്ക് അസംബ്ലി ഇലക്ഷന് കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവുമോ? കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല, നിരവധി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട് ഇന്ത്യ രാജ്യത്ത്. അങ്ങനെയാണോ? ബീഹാറിൽ ഇപ്പം മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടോ? അല്ലെ, കൃത്യമായിട്ട് ഒരാളെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം അതാണ് ചോദ്യമെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ MLA-മാരുടെ അഭിപ്രായം കൂടി ചോദിച്ച് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അങ്ങനെയാണ്. അല്ല, നമുക്ക് കഴിഞ്ഞ ഇലക്ഷനൊക്കെ ഒരാളെ നമുക്ക് ഊഹിക്കാമായിരുന്നു. നിങ്ങൾ ഊഹിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ മുൻനിർത്തിയല്ല ഇലക്ഷൻ. KC വേണുഗോപാലിന് സാധ്യത ഉണ്ടാവുമോ? ആർക്കും മത്സരിക്കാം, ആർക്കും വരാം. മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ അതൊന്നും തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെയാണ്. അസംബ്ലി സ്ഥാനാർത്ഥികളെ കുറിച്ചും അസംബ്ലിയിലെ മുഖ്യമന്ത്രിയെ കുറിച്ചും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം. അങ്ങനെ. ഓക്കെ സാർ, ശശി തരൂരിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? അതേ ഒരു ഗ്ലോബൽ ഫേസ് ആണ്, പക്ഷെ കോൺഗ്രസിലെ പല വേദികളിലും അദ്ദേഹം എന്നെ പോലെ യൂത്ത് കോൺഗ്രസിലും കോളേജിലും KSUവിലും ചേർന്ന് വന്നതല്ല ശശി തരൂർ. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഇന്റർനാഷണൽ ഫേസ് ആണ് അദ്ദേഹം. ഇന്റലക്ച്വൽ ആണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യണ്ടേ കോൺഗ്രസ്? നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരനല്ലാതിരുന്ന അദ്ദേഹത്തിന് തിരുവനന്തപുരം പോലുള്ള സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് 4ാമത്തെ പ്രാവശ്യം അദ്ദേഹത്തെ MP ആക്കി. കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ 2 ഗവൺമെന്റിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ, വിദേശകാര്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നൽകി. അദ്ദേഹത്തിനെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാക്കി. അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ കാണും. കോൺഗ്രസിന്റെ അകത്ത് ജനാധിപത്യ പാർട്ടിയല്ലേ. ആക്കിയ കാര്യം നിങ്ങൾ പറ, പോസിറ്റീവായിട്ടുള്ള കാര്യം പറ. ട്രൈങ് ടു മേക്ക് ഇഷ്യൂസ് പ്രോബ്ലംസ്. തരൂരിനൊരു CM കാൻഡിഡേറ്റ് ആകാനായിട്ടുള്ള ഒരു ഒന്നും ആലോചിച്ചിട്ടില്ല, ഇപ്പൊ ആലോചിച്ചിട്ടില്ല. ഇങ്ങനെ എല്ലാരും പറയുന്നുണ്ട്. ആര് പറഞ്ഞു? നോക്കാം നമുക്ക്. ശരി, ഓക്കെ. പള്ളുരുത്തി സ്കൂളിലെ